ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ബയോടെക്നോളജി ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ ഫീൽഡിൽ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് പെസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റി. ഓക്കെ, പെസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റി ഓഫ് ദ പ്ലാന്റ്സ് ഹൗ വി ക്യാൻ മേക്ക്. നമുക്ക് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലെ നെമാറ്റോഡിന്റെ ഇൻഫെക്ഷന് എതിരായിട്ട് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലെ നോർമലായിട്ട് കാണുന്ന ഒരു മെക്കാനിസം ആണ് RNA interference എന്ന് പറയുന്നത്. Okay, so here RNA interference is the mechanism which is applied for making the pest resistant variety. RNA interference. Actually ഈ RNA interference എവിടെയാണ് കാണുന്നതെന്ന് വെച്ചാൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലെ നെമാറ്റോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെമാറ്റോഡ് ദാറ്റ് ഈസ് എ പാത്തോജൻ, റൈറ്റ്? ഈ പാത്തോജനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ സാധാരണ കാണുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് RNA interference എന്ന് പറയുന്നത്. So a tobacco plant which is infected by a special type, a peculiar type of this one nematode, that is Meloidigene incognitia. Okay, അതായത് ടൊബാക്കോ പ്ലാന്റിന്റെ വേരിനെ അല്ലെങ്കിൽ റൂട്ടിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു നെമാറ്റോഡാണ് മെലോയിഡിജീൻ ഇൻകോഗ്നീഷ്യ. tobacco root infected with Meloidigene incognitia. This is a nematode. അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൊബാക്കോ പ്ലാന്റിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് RNA interference. ഇനി RNA interference എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. See here, ഏതൊരു പാത്തോജനിക് ഓർഗാനിസം ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാത്തോജനിക് ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ mRNA ട്രാൻസ്ക്രൈബ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യും. ആ mRNA ട്രാൻസ്ലേഷൻ നടക്കുമ്പോഴാണ് പ്രോട്ടീൻ ഉണ്ടാവുക. അപ്പൊ ആ പ്രോട്ടീൻ ആയിരിക്കും മിക്കവാറും ഹോസ്റ്റ് ഓർഗാനിസത്തില് ടോക്സിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ mRNA ട്രാൻസ്ലേഷൻ നടക്കാതെ അതിനെ ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോംപ്ലിമെന്ററി RNA സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ that can interfere the translation of the mRNA of pathogen. അല്ലെ, ആ പാത്തോജന്റെ mRNAയുടെ ട്രാൻസ്ലേഷനെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റും if we are able to produce a complementary RNA for the mRNA of nematode. ആ ആപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഈ RNA interference സാധാരണ കാണുന്നത്? അത് അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ആ ജീനിനെ RNA interference തരുന്ന അത്രയും പർട്ടിക്കുലർ DNA അവിടുന്ന് കട്ട് ചെയ്തെടുക്കാനും അതുപോലെ റീകോംബിനന്റ് DNA ടെക്നോളജി വഴി അതിനെ റീകമ്പൈൻ ചെയ്ത് വെക്ടറുമായിട്ട് റീകമ്പൈൻ ചെയ്ത് അത് നമുക്ക് ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ സാധാരണ RNA interference എങ്ങനെയാണ് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തില് പത്തോജനിക് ആയിട്ടുള്ള നെമാറ്റോഡിനെ റെസിസ്റ്റ് ചെയ്യുന്ന RNA interference എങ്ങനെയാണ് ഒരു യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ ഇൻ യൂക്കാരിയോട്ടിക് ഓർഗാനിസം സ്പെഷ്യൽ സീക്വൻസ് ഓഫ് DNA is there which is able to produce its sense and antisense strand of the DNA. അതായത് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലെ സാധാരണ കാണുന്ന ഒരു DNA സ്ട്രാൻഡ് നമുക്കറിയാം. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ ഈ DNA സ്ട്രാൻഡില് 3' 5' സ്ട്രാൻഡ് അതിന്റെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റും ഒരൊറ്റ RNA മാത്രമേ സിന്തസൈസ് ചെയ്യുള്ളൂ എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളത്. So transcription it occurs only for one strand, that is its template strand, and the other strand of the parental strand. അല്ലെങ്കിൽ parental DNA ക്ക് നമ്മൾ എന്താ പറയാ, കോഡിംഗ് സ്ട്രാൻഡ് എന്നാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു, ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചപ്പോ, അല്ലെ. ഇവിടെ പക്ഷെ എങ്ങനെയാന്ന് വെച്ചാല് both the strands it will undergo transcription. ഇത് ഞാൻ നേരെ വരയ്ക്കുന്നുണ്ട്. So here this is the DNA strand which is able to produce the RNA strand from both the strand. അതായത് രണ്ട് സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു DNA strand. So here when the RNA is produced, it will be producing a long segment of RNA. As it is producing two segments of RNA from the two complementary DNA strand, these two RNA also will be complementary. അപ്പൊ ഇതിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ DNA പ്രൊഡ്യൂസ് ചെയ്യുന്ന RNA strand ആണ് ഇത് രണ്ടും. So here 5' 3', 3', 5'. So from here this will be producing as 5', 3', and here it will be producing as 5',
3 പ്രൈം സ്ട്രാൻഡ് അല്ലെ. അപ്പൊ നമുക്ക് 2 RNA സ്ട്രാൻഡ് കിട്ടി. ഈ 2 RNA സ്ട്രാൻഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കോംപ്ലിമെന്ററി ആയതുകൊണ്ട് രണ്ടും കൂടി എങ്ങനെ ഇരിക്കുന്ന പറഞ്ഞിട്ടില്ല, അത് രണ്ടും കൂടി കൂടി പിടിച്ച് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് തമ്മിൽ ബേസ് പെയറിംഗ് ഉണ്ടാക്കി ഈ RNA ഓപ്പൺ ആയിട്ടിരിക്കില്ല. സോ ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ ട്രാൻസ്ലേഷൻ. ആക്ച്വലി ഈ RNA ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ടു ബ്ലോക്ക് ദ എക്സ്പ്രഷൻ ഓഫ് ദ നെമാറ്റോഡ് mRNA. ഇനി there is a special kind of protein called as dicer. ഈ ഡൈസർ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നറിയോ, ഈ RNA സിന്തസൈസ് ചെയ്യുന്നതിന് ഒരുപാട് നീളം ഉണ്ടാവും. So this will be chopped into 18 to 20 nucleotide. So this double-stranded RNA, it will be chopped by, it is converted into small pieces of double-stranded RNA. ഏകദേശം 18 to 20 ന്യൂക്ലിയോടൈഡ് നീളത്തില് ഇതിനെ കട്ട് ചെയ്ത് വിടും. ആര്? ഡൈസർ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഡൈസർ ഈസ് എ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ വന്നിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് RNA ഇന്റർഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന DNA സീക്വൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 കോംപ്ലിമെന്ററി RNA അത് ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് 18 to 20 ന്യൂക്ലിയോടൈഡ് ലെങ്ത്തിൽ നമുക്ക് RNA-നെ ചെറിയ ചെറിയ കഷ്ണാക്കി തരും. ഇപ്പോഴും നമ്മുടെ RNA എങ്ങനെയാണ്? എ സ്മോൾ സെഗ്മെന്റ് ഓഫ് RNA വിച്ച് വിൽ ബി ഡബിൾ സ്റ്റാൻഡേർഡ്. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ് അല്ലേ? Small segment of RNA, it is double stranded. So this will undergo denaturation. After completion of splitting this will undergo denaturation. It will undergo denaturation and it produces 2 strands. It produces 2 strands, 2 single-stranded RNA. 2 single-stranded RNA will be produced. This single-stranded RNA, one will act as passenger RNA, another one will act as guide RNA. Okay, so here this is called as passenger strand and this is called as guide strand. Here, ഈ passenger strand വന്നിട്ട് denaturation, degradation സംഭവിക്കും. അത് പതുക്കെ മുറിഞ്ഞു പോകും. പക്ഷേ ഈ guide strand എന്ത് ചെയ്യുന്നറിയോ? This will join with another type of protein that is called as risk protein. ഈ risk protein എന്ന് പറഞ്ഞാൽ risk protein, it is nothing but RNA induced silencing complex. RNA induced silencing complex ആണ് കേട്ടോ. ഇത് RNA induced silencing complex ആയിട്ട് ബൈൻഡ് ചെയ്യും. Then after that what will happen? This RNA induced silencing complex with our guide strand, it will move towards the mRNA of the nematode. Nematode mRNA അടുത്തേക്ക് മൂവ് ചെയ്യും. There this risk protein will be having a catalyst which will be able to degrade the mRNA of the nematode. അത് അങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നെമാറ്റോഡിന്റെ mRNA-ക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്ട്രാൻഡ് ആയിരിക്കും ഏത്? ഗൈഡ് സ്ട്രാൻഡ് വന്നിട്ട്. സോ when this guide strand join with the risk protein or RNA induced silencing complex protein, this risk protein will be dragged towards the mRNA of nematode, and the mRNA of the nematode, it will be chopped with the catalytic activity of the risk protein, and guide strand will guide risk towards the mRNA of nematode. ഇതാണ് അതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. So here, if we are getting the DNA which is able to synthesize both sense and antisense RNA from the both strands of DNA, that DNA we can cut and we can incorporate into the tobacco plant, and we can express the same DNA in the tobacco plant, and we can get the double-stranded RNA. ആ double-stranded RNA എങ്ങനെ ഇരിക്കും? നല്ല ലെങ്തി ആയിട്ടുള്ള double-stranded RNA ആയിരിക്കും. ഈ double-stranded RNA, it will be chopped with the help of a protein called as ഡൈസർ പ്രോട്ടീൻ. ഡൈസർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വെച്ചിട്ട് അതിനെ ചോപ്പ് ചെയ്ത് 18 to 20 ന്യൂക്ലിയോടൈഡ് ലെങ്ത് ഉള്ള ചെറിയ സീക്വൻസ് ആക്കി മാറ്റും. അത് ഡീനേച്ചുറേഷൻ നടന്നിട്ട് 2 സിംഗിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവും. ഒന്ന് പാസഞ്ചർ സ്ട്രാൻഡ് എന്നും ഒന്ന് ഗൈഡ് സ്ട്രാൻഡ് എന്നും പറയും. അതിനകത്ത് പാസഞ്ചർ സ്ട്രാൻഡ് വന്നിട്ട് ഡീനേച്ചർ ആയി പോവും. ഗൈഡ് സ്ട്രാൻഡ് വന്നിട്ട് that will incorporate with another protein that is called as RNA induced silencing complex. അതായത് RNA ഇൻഡ്യൂസ് ചെയ്യുന്ന
ഒരു സൈലൻസിങ് കോംപ്ലക്സ് ഫോർ ദ mRNA ഓഫ് നെമാറ്റോഡ്. അതായത് RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് എന്ന് പറയുന്ന പ്രോട്ടീനായിട്ട് ജോയിൻ ചെയ്ത് ആസ് ദ ഗൈഡ് സ്ട്രാൻഡ് ഇറ്റ് ഈസ് കോംപ്ലിമെന്ററി ടു ദ mRNA ഓഫ് ദ നെമാറ്റോഡ്. ദിസ് ഗൈഡ് സ്ട്രാൻഡ് വിൽ ടേക്ക് ദിസ് റിസ്ക് ടുവേർഡ്സ് ദ mRNA ഓഫ് ദ nematode, and there the catalytic activity of the risk will help in degrading the mRNA of this nematode, and it will completely chop the mRNA so that the mRNA will not be able to express, and we can see the gene will get silenced and they will not be able to express its own protein, and they will not be able to grow inside the host organism. So that gene, if we are able to introduce inside the tobacco root, then it will be very easy to resist the nematode infection. Okay, so this is one application of biotechnology in agriculture field, that is pest resistant. അപ്പോൾ നമ്മൾ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ലൈക്ക് ബയോഫോർട്ടിഫിക്കേഷൻ, അതായത് ഫുഡിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അതിന് കുറേ എക്സാമ്പിൾസ് പഠിച്ചു. ബി ടി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആയിരുന്നു. അതേപോലെ തന്നെ വേറെ എന്താണ് നമ്മൾ പഠിച്ചത്, പെസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റി. അതേപോലെ തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലേവർ സേവർ ടൊമാറ്റോനെ പഠിച്ചു. അതേപോലെ നമ്മൾ പഠിച്ച വേറെ എന്താണ് ബയോഫോർട്ടിഫിക്കേഷൻ, അതായത് വിറ്റാമിൻ എ എൻറിച്ച്ഡ് റൈസ്, ഗോൾഡൻ റൈസ് പ്രൊഡക്ഷൻ. അതേപോലെ നമ്മൾ വേറൊരു എക്സാമ്പിൾ പഠിച്ചതാണ് ഹിറുഡിൻ ഇൻകോർപ്പറേറ്റഡ് ബ്രാസിക്ക നേപ്പസ് പ്ലാന്റ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലിരുന്നോളാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിനകത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇനി അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ.